ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫ്രൈ ചെയ്ത ഐറ്റംസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഈ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ കഴിക്കുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവിനെ വേഗത്തിൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഡീപ് ഫ്രൈ ചെയ്ത ഐറ്റംസുകളിൽ കലോറി ഭയങ്കര കൂടുതലായിരിക്കും. മാത്രമല്ല പോഷകങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പൊ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നതിലൂടെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനും പൊണ്ണത്തടിക്ക് കാരണമാവുകയും ചെയ്യും. മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡീപ് ഫ്രൈ ചെയ്ത ഐറ്റംസുകളിൽ ട്രാൻസ് ഫാറ്റ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഒരേ എണ്ണയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ഫ്രൈ ചെയ്യാം. അപ്പം അതുകൊണ്ട് ട്രാൻസ് ഫാറ്റ് കൂടുതലായിരിക്കും. ഇത് നമ്മളുടെ ബ്ലഡിൽ, നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കുകയും ബാഡ് കൊളസ്ട്രോൾ ലെവലിനെ കൂട്ടുകയും ചെയ്യുന്നു. ഹൃദയാഘാതം പോലുള്ള അവസ്ഥയിലേക്ക് അത് നയിക്കുന്നു. നാലാമത്തെ ഒരു കാരണം, ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, കൊഴുപ്പ് കൂടിയ ഭക്ഷണം ദഹിക്കാൻ നമ്മുടെ ശരീരം കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, ഇൻഡൈജഷൻ, വയറ് വീർക്ക എന്നുള്ള സിറ്റുവേഷനിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, വറുത്ത ഐറ്റംസുകൾ കൂടുതൽ കഴിക്കുമ്പോൾ, ദിവസേന എന്ന രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ കാലക്രമേണ നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള മാനസികാവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ ആരും ഡീപ് ഫ്രൈ ചെയ്ത ഐറ്റംസുകൾ കഴിക്കുന്നില്ല. ശരാശരി ഒരാൾ 17 സ്പൂൺ ഷുഗറാണ് ഡെയിലി ബേസിൽ കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു കാര്യം മാത്രം മതി നമ്മളുടെ ഓവറോൾ ബോഡിയെ ഡാമേജിലാക്കാനായിട്ട്. എന്തുകൊണ്ടാണ് ഷുഗർ കൺസ്യൂം കുറയ്ക്കാനായിട്ട് നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഓവറായിട്ട് ഷുഗർ കൺസപ്ഷൻ കൂടുമ്പോൾ അത് നേരെ ഒബീസിറ്റിയിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും. ഷുഗർ എന്ന് പറയുന്നത് കലോറി ഡെൻസ് ആണ്, പക്ഷെ ന്യൂട്രിയൻ്റ് വളരെ കുറവായിരിക്കും. ഇത് ഫാറ്റ് സ്റ്റോറേജിലേക്ക് ലീഡ് ചെയ്യും. ഫാറ്റ് സ്റ്റോറേജ് അത് ഒബീസിറ്റി ലെവലിലേക്ക് നമ്മുടെ ബോഡിയെ കൊണ്ടെത്തിക്കും. രണ്ടാമത്തെ കാര്യമാണ്, ക്രോണിക് ഡിസീസസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഉദാഹരണം, ടൈപ്പ് 2 ഡയബറ്റിക്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തത്, നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ ലെവലിനെ കുറച്ച് ട്രൈഗ്ലിസറൈഡിനെ ബ്ലഡിൽ കൂട്ടി അത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് വഴിതിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ലിവർ, ഫാറ്റി ലിവർ എന്ന് പറയുന്ന പ്രോസസ്സിലേക്കും ലീഡ് ചെയ്യും. ഇതൊക്കെയാണ് ക്രോണിക് ഡിസീസസ്. ആൻഡ് തേർഡ് വൺ, മെൻ്റൽ ഹെൽത്തിന് ഹാംഫുൾ ആണ് ഈ ഒരു ഷുഗർ. ഡിപ്രഷൻ, ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ് പോലുള്ള മെൻ്റൽ കാര്യങ്ങളിലേക്ക് ഹാംഫുൾ ആയിരിക്കും ഷുഗർ കൺസപ്ഷൻ. ഫോർത്ത് വൺ, ആക്സിലറേറ്റിംഗ് ഏജിങ്. ഷുഗർ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യിപ്പിക്കാനും, അതുപോലെ തന്നെ സ്കിന്നിനെ മാത്രമല്ല നമ്മളുടെ ഓർഗൻസിനെയും നമ്മളുടെ ടിഷ്യൂസിനെയും ഡാമേജ് ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരാനും അതുപോലെ തന്നെ പ്രീമച്ചുർ ഏജിങ് സിറ്റുവേഷനിലേക്ക് നമ്മുടെ സ്കിന്നിനെ കൊണ്ടെത്തിക്കാനും ചാൻസ് ഉണ്ട് ഷുഗർ കൺസപ്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, ഇമ്മ്യൂൺ സിസ്റ്റം. ഓവറോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മൊത്തം തകരാറിലാക്കാനും ഈ ഒരു ഷുഗറിന് സാധിക്കും. ഇനി ഇതെങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിക്കും ഷുഗർ ഉള്ളത്? നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അതിലെ ലാബലിംഗ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാം. എന്താണ്? ഫ്രക്ടോസ് കാൻ സിറപ്പ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, സൂക്രോസ്, ടെക്സ്ട്രോസ്, ഷുഗർ കെയിൻ ഷുഗർ, മാൾട്ടോസ് എന്നൊക്കെ ലാബലിംഗ് ഉണ്ടെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ബ്രെഡ് പോലുള്ള പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് ഐറ്റംസുകൾ, അതുപോലെ തന്നെ സോസസ്, പിന്നെ ബിവറേജസ് ലൈക്ക് സോഡ, ഇതൊക്കെ മാക്സിമം നമ്മളുടെ ഭക്ഷണ രീതിയിൽ നിന്ന് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സ്വീറ്റ്സ്, ഈ ഷുഗർ നമുക്ക് എങ്ങനെ കിട്ടും? അത് നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള സീസണബിൾ ഫ്രൂട്ട്സിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഷുഗർ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നാച്ചുറൽ സ്വീറ്റ്നറാണ് സ്റ്റീവിയ, ദെൻ അൺസ്വീറ്റഡ് നട്ട് ബട്ടർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും നല്ലതായിട്ട് ദൈവം തന്നിട്ടുള്ള വരപ്രസാദം വാട്ടർ നമുക്ക് എടുക്കാം. ദെൻ ഏതെങ്കിലും ഒരു ഗ്രീൻ ടീ നമ്മൾ ഡെയിലി ബേസിൽ എടുക്കുന്നതും വളരെ നല്ലതാണ്. ഷുഗർ എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റാണ്, പക്ഷേ അതിൻ്റെ പരിണിത ഫലങ്ങൾ കുറച്ച് കയ്പേറിയതാണ്. നമ്മളുടെ ഭക്ഷണത്തിൽ ഇന്ന് മുതൽ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓവറോൾ ഹെൽത്തിനും നമ്മളുടെ ബ്രെയിനിനും നമ്മളുടെ ഫ്യൂച്ചറിനും നല്ലൊരു പ്രൊട്ടക്ഷനാണ് കിട്ടുക. ചൂസ് വൈസ്ലി.